ഇത്ര നേരം ഇരുന്നിട്ട് 8 എണ്ണമാണോ ഉണ്ടാക്കിയത്? അല്ല മോനൊന്ന് ഉണ്ടായിക്കൂടായിരുന്നു. ഓക്കെ, സഭ്യതയുടെ ഭാഷയിൽ സംസാരിക്കണം. ആരുടെ സഭ്യത. റിജു പറയൂ ഹായ് ഗൈസ്. ഹലോ ഗൈസ്. സെറ്റായി. ഹലോ സെറ്റായി. ഗൈസ്. റിജു ക്യാരക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടേക്ക് വൺ. എന്റെ ഇമെയിൽ എന്തിനോട് എഴുതി വെച്ചേക്കുന്നേ? ഹലോ ഗായ്സ്, വെൽക്കം ടു മലയാളി ന്യൂസ്. ഞങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നത് ഒരു ചാലഞ്ച് ചെയ്യാനാണ്. വെറുതെ പണിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല, ഒരു തമാശക്ക് തമാശക്കുന്നല്ല, ഒരു പ്രോപ്പർ ചാലഞ്ച്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഒരു ഏതെങ്കിലും ഒരു മൂവിൻ്റെ, നമ്മളിപ്പോൾ മലയാളം ഇൻഡസ്ട്രി മലയാളം മൂവിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം മലയാളം മൂവിയിൽ ഒരു ഫ്രെയിം, ഏതെങ്കിലും ഒരു ഫ്രെയിം അല്ലെങ്കിൽ 1-2 ഫ്രെയിം ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഇവർ ഏത് മൂവിയാന്ന് ഗസ് ചെയ്യണം. ചാടി കയറി ഗസ് ചെയ്യരുത്. എല്ലാവർക്കും അവസരം തരും. ഇതിന്റെ പ്രൈസും കൂടെ ഒന്ന് പറയണം. പ്രൈസ് നീ നേരത്തെ പറഞ്ഞു തോക്കുന്ന ആള് ടിമ്മി പോയി കാപ്പി വെച്ചു. തോക്കുന്ന ആള് ടിമ്മി പോയി കാപ്പി വെച്ചു. പ്രൈസ് ജയിക്കുന്ന ആള് ഇവിടെ ഇരിക്കും. അതെ, ജയിക്കുന്ന ആൾക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള അവസരം തരുന്നു. അത് കൊള്ളാം. ഈ ചാലഞ്ചിന്റെ പേര് അറിയില്ല. വീട് വെയിറ്റ് ചെയ്യുന്നു കുറെ നേരമായിട്ട്. യെസ്, നമുക്കങ്ങനെ തുടങ്ങാൻ ഞങ്ങൾ സ്ക്രീൻ നോക്കാൻ പറ്റുമോ? സ്ക്രീൻ നോക്കാൻ കുഴപ്പമില്ലല്ലോ. സ്ക്രീൻ നോക്കാം. യെസ്. സോ ഇതാണ് ആദ്യത്തെ ഫ്രെയിം. കാണുന്നില്ലേ? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇച്ചിരി കൂടി വീഡിയോ തരണം. വീഡിയോ ഇല്ല, ഒറ്റ ഫ്രെയിമേ ഉള്ളൂ. ഒറ്റ ഫ്രെയിമില് ഹിന്റ് തരാം. എന്റെ ഒക്കെ അപ്പൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള പടമായി കണ്ടായത്. എടാ, ഇതൊക്കെ ഫേമസ് പടമാണ്, ഭയങ്കര ഫേമസ് പടമാണ്. ഞാൻ അപ്പളേ പറഞ്ഞു നിങ്ങൾക്ക് 10-45 വയസ്സുണ്ടെന്നും പറഞ്ഞ് 10-20 വയസ്സുള്ള ഞങ്ങളെ കൊണ്ടുവന്ന് ഇത് കാണിച്ചു ഞങ്ങൾ പറയാൻ പറ്റുമോ? 48. ഇത് ഞാൻ ഹിന്റ് തരാം. ഇത് 10-45 വയസ്സുള്ള നിങ്ങളുടെ കാലത്തെ സിനിമ കണ്ട 1990ക്ക് ശേഷം ഇറങ്ങിയ പടമാണ്. ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ ഇതിന്റെ പേര് കേട്ട നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. സാഗർ ഇലിയാസ് ജാക്കിയാണോ? അല്ല, ഇനി അടുത്ത അവസരം ചിന്നുവിനാണ്. ഞാൻ വേറൊരു ഒരു അവസരം കഴിഞ്ഞിട്ട് അത് നീ ഗസ് ചെയ്യാം. എനിക്ക് ഒന്നും ഗസ് ചെയ്യാനില്ല. ഏതെങ്കിലും ഒരു പടം ഗസ് ചെയ്യും. ആരാ എന്റെ മെയിൻ നടൻ? പടത്തിന്റെ ആദ്യത്തെ അക്ഷരോ എന്തെങ്കിലും എന്താ? ഈ പടം ഫേമസ് ആവാനുള്ള കാരണം ഇതിന്റെ നടൻ മോഹൻലാൽ. സാഗർ ഇലിയാസ് ജാക്കി പോലത്തെ. സാഗർ ഇലിയാസ് ഫസ്റ്റ് മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമയാണോ? അല്ല, ആദ്യത്തെ സിനിമയൊന്നും അല്ല. സാഗർ ഇലിയാസ് ജാക്കി പോലത്തെ പടമല്ലേ? സാഗർ ഇലിയാസ് ജാക്കിയുടെ ഫസ്റ്റ് വേർഷൻ അല്ലേ? സുരേഷ് ഗോപി അല്ലേ? 20ാം നൂറ്റാണ്ട് അല്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഫ്രെയിം കാണിക്കാം. അതിന്റെ പടം പറഞ്ഞാ ഇതാണ് അടുത്ത ഫ്രെയിം. ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു കോമഡി ക്ലിപ്പ് ഞാൻ പറയൂ, ഇത് റിജോയുടെ കാലഘട്ടത്തിലുള്ള ഞാനൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇതൊന്നും നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ഒരു ക്ലൂ കൊടുത്താ. അടുത്ത ക്ലൂ എന്താ? നിങ്ങൾ ഗസ് ചെയ്യും. നിങ്ങൾക്ക് ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ സാഗർ ഇലിയാസ് ജാക്കി ഒക്കെ പോലെ എന്താ പറയാ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന എല്ലാ മലയാളികൾക്കും ഈ പടം എന്തായാലും കണ്ടിട്ടുണ്ടാവും. എനിക്ക് സംശയമുണ്ട്. എനിക്ക് നമ്മള് താഴ്നാട്ടുകാര് കാണാത്ത മേൽനാട്ടുകാർക്ക് മാത്രം. അപ്പൊ തോറ്റതല്ല, അക്ഷരം പറയെങ്കിൽ ഒരു വൃത്തിക്കുള്ള ക്ലൂതാ. ഓക്കെ, ഫസ്റ്റത്തെ തരാം. ഭൂമി. ആദ്യത്തെ വേർഡാണോ ഭൂമി? എത്ര വേർഡ്സ് ഉണ്ട്? 2. സത്യസന്ധമായിട്ട് എനിക്കിത് അറിയത്തില്ല. ഭൂമി അപ്പൊ അറിയില്ല. ചുമന്ന ഭൂമിന്നോ പച്ച ഭൂമിന്നോ അല്ല, അത് മറ്റു പുതിയ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അല്ല, പേര് പറയാ. ഭൂമിയിലെ രാജാക്കന്മാർ. അയ്യോ, എനിക്കറിയായിരുന്നു. ഇത് ഈ 2 സീൻ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഭൂമിയിലെന്ന് പറയാം. ഇത്
ജഗദീഷിന്റെ അല്ല ജഗദീഷ് അല്ല, ഇത് ജഗതിയാ. ജഗദീന്റെ അടിപൊളി പടമല്ലേ, അവന്റെ ഏറ്റവും അടിപൊളി കോമഡി പടമാണ്. കഥ എന്തുവാ? നമുക്ക് അടുത്ത എനിക്ക് ഈ പോയിന്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം ഇതുപോലത്തെ സാധനങ്ങളാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് ഓരോ നൂറ്റാണ്ടുകൾ ഞാൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. വല്ലാത്തൊരു കടന്നുപോക്കായി. ഫസ്റ്റ് ചാൻസ് എടുക്കാം. ഇതാണ് ഫ്രെയിം. ഇതും 1990s to 2000 ഇടയ്ക്കുള്ള ഒരു പടമാണ്. ഇൻഹരിയർ അല്ല, പക്ഷെ കണ്ടാ തോന്നുന്നില്ലേ? അല്ല, എന്തോ മനുഷ്യ. അടുത്തതും കൂടെ കാണിക്കാം. ഒരു ചാൻസ് അത് കാണിച്ചിട്ട് പറയാം. മറ്റേ ഫ്രെയിമുകൾ എടുത്ത് വെച്ചേക്കുന്നത്. അടുത്ത ഫ്രെയിം ഞാൻ പറയട്ടെ. ആദ്യമായിട്ട് ഇവൻ വക്കീലല്ലേ? ഉലഹന്നാൻ ഇന്നസെന്റ് ഇല്ലേ പടത്തി? ഇന്നസെന്റ് ഉണ്ട്. ഇവൻ വക്കീലാണോ സിദ്ദിഖ്? അല്ലേ? ഞാൻ പറഞ്ഞു സ്റ്റോറി എങ്കിലും പറഞ്ഞാൽ മതി. നമ്മള് പേര് പറഞ്ഞു. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞ റൂള് അത് ആപ്ലിക്കബിൾ അല്ല. റിജോയ്ക്കേ അറിയത്തില്ല. ഫ്രെയിമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കള്ളം കപ്പലിൽ തന്നെ. ഭയങ്കര ഇല്ല, കാണാനൊന്നും വകുപ്പില്ല. ക്യാമറ നോക്ക്. കള്ളം കപ്പലിൽ തന്നെ. അത് തന്നെയാണ്. അപ്പൊ കെവിന് ആദ്യത്തെ പോയിന്റ്. സെലക്ഷൻസ് ഇത് ഊള സെലക്ഷൻസ് അല്ല, ഇതൊക്കെ അടിപൊളി. കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം ചിന്നു. നീ കണ്ടു തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടി സൂക്ഷിച്ച്. കണ്ടൊന്നുമില്ല. അടുത്തത് പറ ചിന്നു. ചിന്നുന്റെ അവസരം ആദ്യത്തെ. ഇത് സുരേഷ് ഗോപിയാ? അല്ലല്ല. എന്താ ഞാൻ പറയും. എന്റെ ചാൻസ് പ്ലീസ്. എനിക്ക് തരുമോ? എനിക്കൊരു ചാൻസ് താ ചിന്നു. ഒരു 20 സെക്കൻഡ് തരൂ ചിന്നു പ്ലീസ്. ഒരു 20 സെക്കൻഡ് തരൂ പ്ലീസ് ചിന്നു. എനിക്കൊന്ന് ചിന്തിക്കാനുള്ള അവസരം തരുമോ? ശരി, എനിക്ക് അറിയത്തില്ല. മണിച്ചിത്ര താഴെ. മോഹൻലാലിന്റെ ലുക്ക്, സോറി, മോഹൻലാലിന്റെ അതിന്റെ ലുക്ക് ഇതുകൊണ്ട് ഉറപ്പായിട്ട് മനസ്സിലാവും. എനിക്ക് അറിയായിരുന്നു ഇത്. ഞാൻ അത് പറയാണ്ടിരുന്ന വൻ പൊട്ടത്തരാവൂന്ന് വിചാരിച്ച. റിസ്ക് എടുക്കണമായിരുന്നു. 2-0. ഇനി കുറെ കൂടി എളുപ്പമായി വരും. രാംജി റാവ് സ്പീക്കിംഗ്. അല്ല, മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഇതിലേതോ ഒരു സ്പീക്കിംഗ്. മാന്നാർ മത്തായി സ്പീക്കിംഗ്. അതടുത്തതാ. അടുത്ത സെക്കൻഡ് പാർട്ട്. അതിന്റെ അടുത്ത ഫോട്ടോയും കൂടെ കാണിച്ചേക്കിനെ. സെക്കൻഡ് ഫോട്ടോ ഏത് കാണിച്ചാലും ഞാൻ രാംജി റാവുവേ പറയത്തോളായിരുന്നു. കാരണം അതിന് ആദ്യം മുന്നേ ഞാൻ രാംജി റാവു എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് എന്നാലും ഫ്രെയിം കണ്ടാ എനിക്ക് മനസ്സിലാവണ്ടേ. പോയിന്റ് ഓർത്ത് വെക്കണേ. 3-0. പാട്ട് എനിക്കറിയാം. ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും ചില പൈകിളി, അതാണ് ഈ പാട്ട്. പക്ഷെ സിനിമ ഏതാന്ന്? സിനിമ അടുത്ത ഫ്രെയിം കൂടി കാണിക്കാം. ഫ്രെയിം കാണിച്ചാലും സിനിമയുടെ പേര് അറിയത്തില്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. പപ്പ സംതിങ്. പപ്പ മറ്റേ ആദ്യത്തെ ഫോട്ടോ കാണിച്ച്. പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ ആ സമയത്തുള്ള പടങ്ങളാണ്. നിങ്ങളുടെ ആ സമയം നീ എപ്പോഴും ചിരിച്ചേര്? ഞാൻ പറയത്തില്ല. ഏജ് ഒന്നും ചോദിക്കാൻ പാടില്ല. ഹൈലി കോൺഫിഡൻഷ്യൽ. 28 വയസ്സുണ്ടെന്ന് നമ്മൾ ആരോടും പറയരുത്. അടുത്ത് വയ്ക്കും. ഒരു മിനിറ്റ്, ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കിയതാ. ഇപ്പൊ 1-3. 1-3. ഇനി ചാൻസ് പറയരുത്. റിജോ പറയുന്നു പറയുമ്പോഴേ പറയാവുള്ളൂ. എനിക്കറിയാം. സംതിങ് അപ്പുക്കുട്ടൻ. അല്ല, മിണ്ടാണ്ടിരി. അപ്പുക്കുട്ടൻ തന്നെയല്ലേ വേച്ചി? അല്ലല്ല, എനിക്കറിയാം. ഇതിന്റെ സ്റ്റോറി ലൈൻ എനിക്കറിയാം. ഒരു പെണ്ണിനെ പഠിപ്പിക്കാനൊക്കെ ജയറാം മെയിൻ നായകൻ. ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എടാ, എനിക്ക് സിനിമയുടെ പേര് കിട്ടുന്നില്ല. ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാന്നില്ല അതൊക്കെ ഉള്ള സിനിമയുടെ പേര് ഒരു ക്ലൂ വരുമോ? ഇന്ന് ഞാനൊരു ടിക്ടോക്ക് കണ്ടത്. മറ്റേ ഇപ്പന്മാരുടെ ഹാഷറിന്റെ ഒക്കെ കോമഡി ഈ പാട്ട് വെച്ചിട്ടാ.
അറിയേ ഇത് ടൈം മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട് അപ്പുവിന്റെയും. അല്ല മിണ്ടാണ്ടിരി. അപ്പു എന്തോ രാജാവ് സംതിങ് അങ്ങനെ രാജ്യത്തെ മുറിമുക്കൻ രാജാവ്. എടാ എന്തുവാടാ ഇച്ചിരി എനിക്ക് എന്തെങ്കിലും ഒരു വേർഡ് താ ക്ലൂ ആയിട്ട് പ്ലീസ്. ഫസ്റ്റ് ലെറ്റർ പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് എന്തോ അപ്പുക്കുട്ടൻ അങ്ങനത്തെ എന്തൊരു സംഭവം ഇതിന്റെ അകത്തുണ്ട് അല്ലേ? അപ്പുക്കുട്ടൻ എന്നാ പുള്ളിയുടെ പേര്. അപ്പുക്കുട്ടൻ എന്നാണ് പേര്. അത് സിനിമയുടെ പേരിലും ഉണ്ടോ? ഉണ്ട്. എന്തോ അപ്പുക്കുട്ടനാ? എന്തോ ഒരു അപ്പുക്കുട്ടൻ. നീ പറഞ്ഞ അല്ലേ? മൂന്ന് വേർഡ് ഉണ്ട് അതിന്റെ അകത്ത്. ആദ്യത്തെ വേർഡ് പറഞ്ഞു കൊടുത്തോ. ആദ്യത്തെ വേർഡ് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സ്വന്തം അപ്പുക്കുട്ടൻ. നമ്മുടെ നല്ല വീട്ടിൽ കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ. മൈ ഗോഡ്. ഇനി ഹെൽപ്പ് ഇല്ല. എനിക്ക് ഒരെണ്ണം തരണം. ഒരു ഹെൽപ്പ് നിനക്ക് ഹെൽപ്പ് തന്നായിരുന്നു. എനിക്ക് തന്നൊന്നുമില്ല. നീ അങ്ങനെയല്ലേ ആദ്യത്തെ പറഞ്ഞേ? ഇല്ല. അതെ അല്ല അതെ അല്ല അത് കോമൺ ഇല്ലായിരുന്നു. ഓക്കെ ഞാൻ കൈപൊക്കി. അങ്ങനെയാണെങ്കിൽ എല്ലാം ചിന്നുവിനെ പറഞ്ഞാൽ പോലെ. ചിന്നുവിന് കിട്ടാത്തത് കൈ വെക്കണം പ്ലീസ്. ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ഈക്വൽ ആക്കിട്ട് പ്ലീസ്. എന്നെ കൂടെ പറ്റത്തില്ല. എങ്ങനെയാലും കാപ്പി അടിച്ചു കൊടുത്താൽ. ഓക്കെ നമുക്ക് റോക്ക് പേപ്പർ സിസർ ഇടാം. ഒറ്റ ചാൻസ്. റോക്ക് പേപ്പർ സിസർ വേണ്ട. പിന്നെ സ്റ്റോൺ പേപ്പർ സിസർ. അത് തന്നെയാണ് റോക്ക് പേപ്പർ. ഇതൊക്കെ ആരാണ് എനിക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കളയണേ. അടി. സ്റ്റോൺ പേപ്പർ സ്റ്റോൺ പേപ്പർ സിസർ. അടി. ഇവ ഫുൾ ചീറ്റിംഗ് ആട്ടോ. സ്റ്റോൺ പേപ്പർ സിസർ. അപ്പൊ സിസർ പറ. നിറം കറക്റ്റ്. അപ്പൊ 3-3 ടൈ ബ്രേക്ക് ആയിട്ടോ. കള്ളക്കളി കളിച്ചിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ചുമ്മാ ചിന്നുവിന്റെ പൈസ പിടിച്ചിട്ടുള്ള പരിപാടി എനിക്കറിയാം. അല്ല ഇത് അടിപൊളിയാ. ഇത് ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് കിട്ടുന്നവർ ജയിക്കും. അത് കൈ പൊക്കണം അറിയാമെങ്കിൽ ഫസ്റ്റ്. ഇല്ല ഇത്രയും നേരം ചെയ്യാതെ ഒരു പരിപാടിയില്ല. ഫസ്റ്റ് ചാൻസ് എനിക്ക്. അല്ല റോക്ക് പേപ്പർ സിസേഴ്സ് തന്നെ. അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇത്രയും നേരം ചെയ്യാതെ അത് പറ്റത്തില്ല. ഇത് ടൈ ബ്രേക്കറാ. ഇപ്പൊ നമ്മള് ടൈ അല്ലേ? അത് പറ്റത്തില്ല. അടുത്ത ആദ്യം പറയുന്ന ആള്. അതെന്തോ വർത്താനോ അത്. എന്താ ആദ്യം പറയുന്ന ആളോ? അപ്പൊ കൈ ഒന്നും പൊക്കണ്ട. ഒന്നും വേണ്ട. ഞാൻ കാര്യം ആദ്യം റിജോന്ന് വിളിക്ക്. ആദ്യം റിജോ ഇങ്ങനെ അടിക്കണം. ആദ്യം റിജോ അടിക്കണം. അത് മതി. അങ്ങനൊന്നുമില്ല. അയ്യോ എന്താടാ വിജയ? വരവേൽപ്പ്. വരവേൽപ്പ്. അയ്യോ ഇത് പൊട്ടത്തരമാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കിരീടമല്ല. 10 9 അല്ല ഇത് രണ്ട് പടവാ റിജോ. 7 അല്ല ഇത് രണ്ട് പടവാണ്. അല്ല 2 ഒരു പടം. 7 അല്ല ഇത് രണ്ടാമത്തെ മിണ്ടാണ്ടിരി. ഇത് രണ്ട് പടവാണ്. എന്നാ നീ പേര് പറ. 5 ഏതിനെങ്കിലും ഒന്ന് പറഞ്ഞു. രണ്ട് പടവാണ്. ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ. ഞാൻ ഒരു സിനിമയിൽ എടുത്ത ഷോർട്ട്സ്. ഇത് രണ്ട് പടവാ. ഇത് ആദ്യത്തെ പടത്തില് ഇത് ആൾക്കാർ വലിച്ചു കീറിട്ടോ. അറിയാന്നല്ല അറിയാം. മുമ്പത്തിരിക്കുന്ന പേര് 2 ഒരു ക്ലൂ 1. ഇത് പറയണ്ട ഞങ്ങളെ ഒരു മിണ്ടാതിരി. ഒരു 2 സെക്കൻഡ്. ഒരു 10 സെക്കൻഡ് താ. അല്ലേ? അല്ല അതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പടമാണ്. അക്കരക്കരയാണ് രണ്ടാമത്തെ പടം. ഇത് ഫസ്റ്റ്. ഒരു ക്ലൂ. അക്കരക്കരയിലല്ലേ മറ്റേ അവര് ഈ അറബീന്റെ വേഷം കിട്ടി വരുന്നത്. അത് ഇതിന്റെ അകത്തില്ല. ഫസ്റ്റ് വേർഷൻ. അതാണ് ഫസ്റ്റ് ക്ലൂ. ഇത് ഫസ്റ്റ് വേർഷൻ അല്ല. ഇത് സെക്കൻഡ് വേർഷനാ. തിലകൻ വില്ലനായിട്ട് വരും. തിലകനെ ഇന്ന് രണ്ടാമത് വരും. എന്നിട്ട് അവസാനം പക്ഷി ഗവേഷണക്കാരായിട്ടുള്ള അവരെ പിടിക്കാൻ. നാടോടിക്കാറ്റത് അല്ല. ഇത് രണ്ടാമത്തെ. ഇത് തന്നെ അതിനകത്ത് വരുന്നതാ. ഇതിനകത്ത് നായിക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയുടെ പേരാലോചിക്ക്. അതാണ്. റിജോ ടൈ ബ്രേക്കർ ചിന്തിച്ചോ? ഇത് ഒരുമാതിരി ഫെയർ അല്ലാത്ത ഗെയിമായി പോയി. ഇതല്ലേ ഫെയർ. ഇതിന്റെ അകത്ത് പറയുന്ന ആള് ജയിക്കും. എനിക്കൊരു ക്ലൂ. എന്റെ ക്ലൂ 2 വേർഡ് ഉണ്ട്.
ഫസ്റ്റ് 2 വേർഡുണ്ടെന്ന് എനിക്കും അറിയാം. 2 വേർഡുണ്ടെന്ന് എനിക്കും അറിയാം. ഒരു word. ആ വേർഡിന്റെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. സിറ്റിന്റെ മലയാളം വേർഡ്. നഗരപ്രവേശം. പട്ടണപ്രവേശം. പട്ടണപ്രവേശം. I got it. അത് You എങ്ങനെ? said അത് എങ്ങനെ? അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. I said the correct എന്റെ name, chance. okay? എന്റെ chance. I It said was the my correct chance. name. It was my chance. My chance. പറ്റത്തില്ല. പറ്റത്തില്ല. എന്റെ പറ്റത്തില്ല. പറ്റത്തില്ല. ഇല്ല, ഞാൻ എഴുതുന്നില്ല. പറ്റത്തില്ല. അത് കളകളിയാ. ഇത്രയും ക്ലൂ കൊടുത്തിട്ട് പറ്റത്തില്ല. ഒരു പേരും പറ്റത്തില്ല. ഒരു വീഡിയോ പ്ലേ. വേറെ വീഡിയോ പ്ലേ. 2 എണ്ണം കൂടി ഇവിടെ നിന്ന് ചെയ്യും. Kevin is such a sore loser. ചില്ല് ഭയങ്കര കമ്പാക്ക് ആയിരുന്നു കേട്ടോ. അതൊന്നും പറ്റത്തില്ല. കളകളിയാ. മൊത്തം കളകളിയാ. ഞാൻ വിട്ടു കൊടുത്തപ്പോ എന്റെ തലയിൽ കയറിയിരുന്നത്. ഈ പരിപാടി ഫൗളാ. Okay, 2-3 കൂടി 4. അല്ല ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അത് 2 എണ്ണം നിങ്ങൾ അല്ല ഇനിയിപ്പോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണൂല. ഞങ്ങൾ കണ്ണടച്ചു. ഞങ്ങൾ പിന്നെ. അതെ Audience ന് bore എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള നൂറ്റാണ്ടിന് ശേഷം ചിന്നു ഉദ്ദേശിച്ച വാഴ ഇപ്പൊ ഇറങ്ങിയ. അല്ല അത്ര റീസൺ ഒന്നും വേണമെന്നില്ല. പക്ഷെ സാധാരണ മനുഷ്യർ കണ്ടിട്ടുള്ള ടൈപ്പ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയല്ല. എന്നാലും കുറച്ചും കൂടി ഒരു മിഡ്. ഇല്ല ഇത് കഴിഞ്ഞില്ലേ, കളി കഴിഞ്ഞു. കളി കഴിഞ്ഞൊന്നുമില്ല. കളി അപ്പൊ ഇപ്പൊ ആര്? ഞാനല്ലേ ജയിച്ചത്? കളി കഴിഞ്ഞു. എന്തോ ഫൗള് പരിപാടിയാ. അപ്പൊ ഞാൻ എന്നാ ശരി, ഒരൊറ്റ ഒരെണ്ണം കൂടി. Okay, ഓക്കെ, okay. ഇത് പ്രോപ്പർ ടൈ ബ്രേക്കർ. പക്ഷെ ഇനി ഞാൻ കുറച്ച് റൂൾസ് അതിന് മുമ്പേ പറഞ്ഞോട്ടെ. Okay. ആദ്യം റെഡി ആയിട്ടുള്ള ആള് കൈ വെക്കുന്ന ആൾക്കാണ് ഉത്തരം പറയാൻ അവസരമുള്ളൂ. ഓക്കെ രജോ, നിങ്ങൾ തിരിഞ്ഞിരിക്കും. നോക്കാൻ പാടില്ല കേട്ടോ, പ്രേക്ഷകർ കാണുന്നുണ്ട്. കള്ളക്കളി കളിച്ച അത് പൊക്കും. ഞാൻ നോക്കത്തില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എനിക്ക് പറ്റുകാരില്ല മതി. എനിക്ക് മീഡിയം ഡബിൾ. കുറച്ച് ടഫായിട്ടുള്ള എടുക്കണ്ടേ? കുറച്ച് ടഫായിട്ടുള്ള എന്നാ പറയാൻ പറ്റുന്നത് മലയാളം മതിയേ. കുറച്ച് ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2005 ശേഷമുള്ള ഏതെങ്കിലും പടം. 2005 ശേഷമുള്ള പടം. ഒരു 2010 ശേഷം മതി. ഞാനൊക്കെ ജനിച്ച് മുറ്റി വരട്ടെ. ഹലോ, നീ അല്ല ഈ ഇതിന്റെ ഇത് മിണ്ടാണ്ട്. എടാ അതൊക്കെ ഭയങ്കര എളുപ്പാവില്ലേ? 2010 ശേഷം എന്നൊക്കെ പറയുമ്പോൾ കളക്കളി കളിച്ച് 2 കൂടെ അങ്ങോട്ട് കളക്കളി. ഇത് 2 കൂടി നിങ്ങൾ 2. അങ്ങനെയായി. നിനക്ക് അത്രയും നല്ലൊരു ക്ലൂ ഞാൻ തന്നല്ലേ. എനിക്ക് പറയാൻ അവസരമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ചാടി പറഞ്ഞില്ലേ നീ ഞാൻ പറഞ്ഞു മലയാള വാക്കുകൾ കൃത്യമായിട്ട് ചിന്തിക്കണം. അവൾക്ക് രണ്ടാമത്തെ വാക്ക് നീ പറഞ്ഞു കൊടുത്തു, ഇല്ല. പ്രവേശം. ലോക്ക് ചെയ്യട്ടെ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോഴാ ചിന്നു വരുമ്പോ ചിന്നൊരു ഫോളോ. ഇതെല്ലാം റെക്കോർഡിങ് ഞാൻ നോക്കണം. ഇതാ പ്രശ്നം. നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന ആൾക്കാരെന്ത് ചെയ്യും? കട്ട് ചെയ്യണം. ഞങ്ങൾ എഡിറ്ററായിട്ട് ഇവിടെ പിന്നെ ഇത് നോക്കി പിടിച്ച് കട്ട് ചെയ്യാൻ നിക്കണം ഞാനിനി. അത് ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു സ്ക്രീൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചാൽ മതി. അതുപോലെ ഞങ്ങൾ ചീറ്റൊന്നും ചെയ്യില്ല. ഞാൻ ചെയ്തില്ല. ചിന്നു ചേടാ പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവില്ലേ? അത് ഫുൾ നിങ്ങൾ സ്ക്രീൻ ആക്കണം. ഫുൾ സ്ക്രീൻ ആക്കണം അല്ലേ? എന്നാലും പക്ഷെ മുകളിൽ കാണാൻ വേറെ മറ്റേ ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എത്ര സമയം വേണം? സിനിമ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ മൈക്ക് അങ്ങോട്ടേക്ക് വെക്ക്, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോ. എനിക്ക് അങ്ങനെ നോക്കാണ്ട് സംസാരം വരില്ല. അതെന്താ? ഒരു മിനിറ്റ്, ഇപ്പൊ നിനക്ക് എന്തോ സംസാരിക്കണായിരുന്നല്ലോടാ? ഒന്നുമില്ല. 2:58 അല്ല ഫ്രണ്ട്ഷിപ്സിന്റെ. അതേതാ? നീ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫ്രണ്ട്ഷിപ്സിനെ പറ്റി 2 മിനിറ്റ് സംസാരിക്കാതിരിക്കുക. ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യട്ടെ. നമ്മൾ എതിരാളികളെ എപ്പോഴും തളർത്തണം. കള്ളക്കളി കാണിച്ച്, ഫൗള് കാണിച്ച്, മോഡറേറ്ററെ പൈസ കൊടുത്ത് സ്വാധീനിച്ച്. എനിക്കിവിടെ ശമ്പളം പോലും. മോഡറേറ്റർ പകുതി കാപ്പി കൊടുക്കാന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ഒരു കാപ്പിയുടെ പേര് നിങ്ങൾ എന്നെ ചതിച്ച്. കാപ്പിക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തി റിജോ എന്നെ. എൻ്റെ റിജോ ഭയങ്കര ബോറടിക്കുന്നു.
ഈ ലാഗ് എടാ ഈ യൂട്യൂബിൽ ആഡൊക്കെ വന്നിട്ടല്ലേ? യൂട്യൂബ് പ്രീമിയം ഒക്കെ എടുക്കരുജോ. നോക്കല്ലേ, കളക്കളി കളിക്കല്ലേ, ചിന്ന കളക്കളി കളിക്കല്ലേ. എന്റെ പൊന്നു റിജോ ഇല്ല. ചിന്നു കളക്കളി കളിച്ചോ? ചിന്നു കളക്കളി കളിച്ചോ? ഇല്ലെന്ന്. ഞാൻ ഇങ്ങോട്ടെല്ലാം തിരിഞ്ഞിരിക്കണോ? ഫോണെടുത്തോട്ടെ. കെവിനെ പട്ടണത്തിന്റെ പര്യായം പറ. പട്ടണത്തിന്റെ പര്യായം ഹരികൃഷ്ണൻ. ഇവൻ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് റിഫ്ലക്ഷനിൽ കൂടി റിജോ എന്താ ടൈപ്പ് ചെയ്യുന്നതെന്ന് കാണുന്നില്ല എന്ന് എനിക്ക് എന്താ ഉറപ്പ്? അത്രയ്ക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് കാണുന്ന ആൾക്കാർ പറഞ്ഞു തരുന്നു എനിക്ക്. ഓക്കെ റെഡി? തിരിയാവോ? മൈക്കും പിടിച്ചോണ്ടോ. ഫ്ലോ അങ്ങ് പോയി. റൂൾസ് ആദ്യമേ ഡിസൈഡ് ചെയ്യട്ടോ. അപ്പൊ കഴിഞ്ഞത് ആദ്യം കൈ പൊക്കുന്നവര്. അപ്പൊ ഇതിന്റെ അത് പോയിന്റ് ഒന്നുമില്ല. ഓക്കെ, ടൈ ബ്രേക്കർ. ഇത് ആരാ ജയിക്കുന്നതെന്ന് ഡിസൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ ഗൈസ്, വി ആർ ബാക്ക്. ചെറിയൊരു സാങ്കേതിക വിശ്വാസക്കുറവുകൾ കൊണ്ട് നമ്മൾ ലാസ്റ്റ് ടൈ ബ്രേക്കറായിട്ട് വേറൊരു പടത്തിൻ്റെ ഇത് വെക്കാണ്. റൂൾസ് നേരത്തെ പോലെ തന്നെ ആദ്യം ആരാണോ പറയുന്നത് അവര് ജയിക്കും. ഓക്കെ ഓക്കെ, കൈ പൊക്കണം കേട്ടോ. ഇനി അടി ഉണ്ടാക്കരുത്. ഓക്കെ, കൈയൊന്നും പൊക്കണ്ട, അത് കാണുമ്പോൾ ആദ്യം പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുന്ന. അയ്യോ നിൽക്കേ, മറ്റേത് ഡിലീറ്റ് ആയിട്ട്. അഴകിയ രാവണൻ. അതാ വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ ഇന്നിടം കയ്യിലെ കോരിയെടുക്കാൻ വാ. പോയി മേടിച്ചോ. 2000 ശേഷം ഇറങ്ങിയ പടമാണ്. അപ്പൊ ആരാണ് ജയിച്ചിരിക്കുന്നത്? ഇത് അഴകിയ അത് ഈ പള്ളടി സ്റ്റൈല. ഇത്രയും നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് റിജോയ്ക്ക് നമ്മളൊരു റിജോയ്ക്ക് കാപ്പി മേടിച്ചോണ്ട് കൊടുത്താൽ മതി. 2 മൂവി കാണിച്ചിട്ട് റിജോനെ കൊണ്ട് ഗെസ് ചെയ്യിപ്പിക്കണ്ടേ? അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. റിജോയ്ക്കും കൂടെ ഒരു കാപ്പി മേടിച്ചോണ്ട് കൊടുത്താൽ മതി. അത് മതി. റിജോയ്ക്കും കൂടെ ഒരു കാപ്പി മേടിച്ചോണ്ട് കൊടുത്താൽ മതി. റിജോയോട് സ്നേഹം കാണിക്കാനാണ് റിജോയ്ക്ക് കാപ്പി മേടിച്ചു കൊടുത്താൽ പോരെ. പിന്നെന്തിനാ ഒരു കാപ്പിയൊക്കെ മേടിച്ചോണ്ട് കൊടുത്താൽ മതി. നല്ല വിഷമമുണ്ട്. ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ തോൽവികളാവാം. ഹൃദയം ആ ബിജിഎം ഹൃദയം മറ്റേ വാഴയില് ഇടണോ? നീ പാടിയാ പോരെ? അത് വേണ്ട, എനിക്ക് പാടാൻ അറിയത്തില്ല. വാഴയിലെ സോങ്. എന്നിട്ട് ഇതിനകത്ത് ചിന്നുവിന്റെ ഫേസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചിന്നു കരയുന്നേ. കണ്ണീര് VFX കൂടി മിക്കവാറും ആഡ് വരും. അതെ, ഗ്ലെൻഫിഡിച്ചിന്റെ ആഡ്. അത് ഈ അൽഗോറിതം എന്തോ അറിയില്ല. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഗായ്സ്, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറേ ചളി അടിച്ചത് റെക്കോർഡായിട്ടില്ല. ബട്ട് എനിവേ, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നല്ല ഭാഷയിൽ എന്താ പറയാ എഴുതി അറിയിക്കുക, കമന്റുകളുടെ രൂപത്തിൽ. ശുദ്ധമായ മലയാളത്തിൽ പ്ലീസ് പ്ലീസ്. കമന്റിന്റെ മലയാളം എന്നാ? അഭിപ്രായം, വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എഴുതി ടൈപ്പ് അഡ്രസ്സും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ടൈപ്പിനല്ലേ എഴുതുക എന്ന് പറയുന്നത്? അല്ല, പിന്നെ ടൈപ്പിന്റെ മലയാളം എന്താ? റൈറ്റിനാണ് എഴുതുക. അപ്പൊ ടൈപ്പിന്റെ മലയാളം എന്താ? അതിന് മലയാളമല്ല, കുറിക്കുക എന്നാ പറയുന്നത്. കുറിക്കുക. കാരണം മലയാള ഭാഷ രൂപീകരിച്ചതിന് ശേഷമാണ് ടൈപ്പ് റൈറ്റർ വന്നത്. ഓക്കെ ശരി, എനിക്ക് അറിയത്തില്ല, നീ കൺക്ലൂഡ് ചെയ്തോ. അതെനിക്ക് അറിയത്തില്ല, എന്നാൽ അതെനിക്ക് പുതിയ നോളജാ. മലയാള ഭാഷ രൂപീകരിച്ചതിന് ശേഷം ടൈപ്പ് റൈറ്റർ വന്നേ. റിജോയുടെ എത്ര വിജ്ഞാനം നമുക്കറിയാം. സാരല്ല, അതൊക്കെ ജന്മന കിട്ടുന്ന കാര്യം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കൊണ്ടുവരാനുള്ള
ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ടും എല്ലാമോ? സപ്പോർട്ടും അത് എനിക്കിതൊന്നും ശീലമില്ലാത്ത കാര്യം. ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ചെയ്യുന്നേ? ഓക്കെ റിജോ നിർത്ത്. ഇതൊന്ന് wind up ചെയ്യാതെ. കെവിൻ wind up ചെയ്യും. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും മിണ്ടാണ്ടിരിക്കാം. അങ്ങനല്ല, ഞങ്ങളുടെ മലയാളി മൂസ് എന്ന പോഡ്കാസ്റ്റ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കെവിൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് അല്ല, ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം. നിർത്താനാ പറഞ്ഞേ. വൈൻഡ് അപ്പ് ചെയ്യണം. ചെയ്തില്ലേ? അല്ല പറ, കഴിഞ്ഞില്ലേ? ഔട്ട്രോ കൊടുക്കണ്ട. ഔട്ട്രോയോ? എനിക്കറിയത്തില്ല, ഔട്ട്രോ അറിയത്തില്ല. അപ്പോൾ വീണ്ടും കാണുന്നവരെ യെസ്, മറ്റേ തമിഴിലൊരു വീണ്ടും സന്ധിക്കും വരെ, അങ്ങനെ എന്തോ സംഭവം, പാക്കറ വരെ, അതന്നെ. വീണ്ടും സന്ധിക്കും വരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. അപ്പൊ ഗൈസ്, see you on the next video. Stay tuned and don't forget to subscribe. ടാറ്റ. എടാ ടാറ്റ. എനിക്ക് ടാറ്റ. ശരിക്കും ഇതിന്റെ അർത്ഥം എന്താ? വരെ ഇതെങ്ങനെയാ വന്നേ? ഇത് മറ്റേ